നമസ്കാരം, ഞാൻ മൃണാൽ. പാർട്ട്ണർഷിപ്പ് ബിസിനസ്, അത് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ പറ്റി നമ്മൾ ആലോചിക്കുമല്ലോ. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ചിലർ പിന്നെ പാർട്ട്നേഴ്സിനെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഞാൻ കണ്ടെടുത്തോളം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലെ റെസ്റ്റോറൻറ്റ്സ് സക്സസ്ഫുൾ ആവുന്നതിൻ്റെ സാധ്യതകൾ സാധാരണ നിലയിലേക്കാളും കുറവാണ്. നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കേരളത്തിലെ റെസ്റ്റോറൻറ്റ്സ് എടുത്ത് നോക്കിയാൽ അതെല്ലാം ഒരാൾ സിംഗിൾ പാർട്ട്ണർ ബിസിനസ്സായിട്ടുള്ള സംഭവമാണ്. അത് പിന്നെ ഫാമിലി ബിസിനസ്സായി മാറാറുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ തുടങ്ങുകയാണെങ്കിൽ എൻ്റെ കാലം കഴിഞ്ഞ് എൻ്റെ മക്കളിലേക്ക് പോവുക, അങ്ങനെ മക്കളും 3-4 പേരുണ്ടെങ്കിൽ അങ്ങനെ ഫാമിലി ബിസിനസ്സായിട്ട് മാറുന്നത് കണ്ടിട്ടുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയാം, ഇത് പൊളിയുമല്ലോ. പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനും നിങ്ങളും പാർട്ട്ണറാണെങ്കിൽ എനിക്കും അറിയാം ഇയാൾ തീരെ പോരാ, അയാളുടെ കുഴപ്പം കൊണ്ടാണ് ബിസിനസ് പൊളിഞ്ഞതെന്ന്. നിങ്ങൾക്ക് തിരിച്ചും പറയാം, മൃണാൾ മഹാമോശം, അയാളുടെ കുഴപ്പം കൊണ്ടാണ് ബിസിനസ് പൊളിഞ്ഞത്. അതാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം. അതായത് അവനവനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. മറ്റേ ആളുടെ കുഴപ്പം കൊണ്ടാണെന്ന് എല്ലാവരോടും പറയാൻ പറ്റും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും. പിന്നെ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ അടുത്ത പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് ഹാൻഡിൽ ചെയ്യുന്നതിലാണ്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സംഭവം റെസ്റ്റോറൻറ്റ് തുടങ്ങി പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരസ്പരം കുറ്റം പറഞ്ഞ് 4 വഴിക്ക് പോവാം. പക്ഷേ സക്സസ് ആയി കഴിഞ്ഞാണല്ലോ, അതിൻ്റെ ആ സക്സസിൻ്റെ ക്രെഡിറ്റ് കിട്ടാനുള്ള ആക്രാന്തമായിരിക്കും മിക്കവാറും ഉണ്ടാവുക. ഞാൻ കണ്ടിട്ടുണ്ടത്, ഞാൻ കണ്ടു നിന്നിട്ടുണ്ട്, നിസ്സഹായനായിട്ട് കണ്ടു നിന്നിട്ടുണ്ട്. അതായത് ഒരു ഉളുപ്പുമില്ലാതെ ആളുകളോട് ഇങ്ങനെ പറയും ചില പാർട്ട്ണർമാർ, ആ സംഭവം ഉണ്ടല്ലോ അത് ഉഷാറായിട്ടുണ്ടെന്നൊരു കസ്റ്റമർ പറയുമല്ലോ എന്തിനെങ്കിലും കുറിച്ചിട്ട്. അപ്പോൾ ഉടനെ അത് കംപ്ലീറ്റ് ഓർഗനൈസ് ചെയ്തത് ഇന്ന രീതിയിലാണ്. അതായത് ആ മൂപ്പര് പറയുന്ന കഥയിലെ നായകനും ഡയറക്ടറും തിരക്കഥാകൃത്തും ക്യാമറാമാനും എല്ലാം മൂപ്പര് തന്നെയായിരിക്കും. ഇത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അതായത് ഒരു കാറ്ററിങ് ഗംഭീരമായിട്ട് നടത്തുകയാണ് ദുബായിൽ. വളരെ നന്നായിട്ട് കാറ്ററിങ് നടന്നു. അപ്പോൾ അവിടുന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് വന്നൊരു കസ്റ്റമർ ഈ പാർട്ട്ണർ ആ റെസ്റ്റോറൻറ്റിലൂടെ നടന്നു പോകുമ്പോൾ, നിങ്ങൾ ഇന്ന ആളല്ലേ, നിങ്ങളുടെ ആ കാറ്ററിങ്ങിന് ഞാൻ പോയിരുന്നു കേട്ടോ, ആ കല്യാണത്തിന് ഞാൻ പോയിരുന്നു, ഗംഭീരമായിരുന്നു കേട്ടോ അത്. അങ്ങനെ ഒരു കാറ്ററിങ് ദുബായിൽ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. ഉടനെ മൂപ്പര് തായ്ലൻഡിൽ നിന്ന് ചില്ലി കൊണ്ടുവന്ന കഥകൾ മുതൽ പലതും, അത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും, വീഡിയോയ്ക്ക് അറ്റം ഉണ്ടാവില്ല. അപ്പോൾ അതങ്ങ് സത്യത്തിൽ ആ കാറ്ററിങ് ചെയ്തത് പുള്ളിയല്ല. സത്യത്തിൽ ആ കാറ്ററിങ് ചെയ്തത് ആ റെസ്റ്റോറൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഷെഫും ആ എൻ്റെ ടീമും പിന്നെ അതിലെ ഒരു പാർട്ട്ണറുടെ ഒരു സപ്പോർട്ടും കൊണ്ടാണ്. അല്ലാതെ വേറെ ഒന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഈവൻ എംപ്ലോയീസിന് പോലും ക്രെഡിറ്റ് കൊടുക്കില്ല ചില പാർട്ട്നേഴ്സ്. എല്ലാം എൻ്റെ ഇത് കൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ നോക്കും. അതുപോലെ നാട്ടിൽ പോയാലും, അപ്പോൾ ദുബായിൽ നിന്ന് നാട്ടിൽ വരിക, അല്ലെങ്കിൽ കൊച്ചിയിലാണ് ബിസിനസ് എങ്കിൽ പിന്നെ നാടിപ്പം മലപ്പുറത്താണെങ്കിൽ മലപ്പുറത്തേക്ക് വരിക. എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ ഫോൺ വിളികളിൽ ഇങ്ങനെ, ഞാനവിടെ ഇല്ല, ഇപ്പം ആരും നോക്കാനില്ലല്ലോ, എന്താ നമ്മൾ ചെയ്യുക എന്നുള്ള നിലക്കുള്ള കുറേ ഫോൺ വിളി. അപ്പം നാട്ടുകാരെ ബോധിപ്പിക്കുകയാണ്, എനിക്ക് കുറേ പാർട്ട്ണർമാരുണ്ടെങ്കിലും ഞാനില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ മനോഹരമായിട്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്ന പാർട്ട്നേഴ്സിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് എന്തിനാണ് നമുക്ക് പാർട്ട്നേഴ്സ് എന്നുള്ളിടത്താണ് ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. മിക്കവാറും പാർട്ട്നേഴ്സ് ഉണ്ടാകുന്നത് വളരെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലാണ്. അതായത് കുടുംബത്തിലെ കുറച്ച് ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ തുടങ്ങണം, ഒരു റിലേഷൻഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, എന്നാൽ പിന്നെ തുടങ്ങാം, വേറെ ഒന്നും ആലോചിക്കാതെ അവരെല്ലാവരും കൂടെ അങ്ങ് തുടങ്ങുന്നു. അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, ഇപ്പം നമ്മളെല്ലാവരും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും വൈകിട്ട് ഒരു സ്ഥലത്താണ് ഷട്ടിൽ കളിക്കുന്നത്, എന്നാൽ പിന്നെ ഒരു ബിസിനസ് തുടങ്ങിക്കളയാം. അങ്ങനെ അതും അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് തുടങ്ങുകയാണ്, എനിക്ക് കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ട്, അപ്പോൾ അത് സൂക്ഷ്മമായിട്ടുള്ള ആളുകളെ അപ്രോച്ച് ചെയ്തിട്ട് അവരെ പാർട്ട്ണർമാരാക്കുന്നു. അങ്ങനെ അല്ലാതെ ഒരു അനാലിസിസ്, ഈ പാർട്ട്ണർ എന്ന് പറയുന്ന ആൾ ആരാണ്, അയാൾക്ക് ബിസിനസ്സിലേക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അനാലിസിസ് ഉണ്ടാകുന്നില്ല. അപ്പോൾ പൈസയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അയാൾ പൈസ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യാതിരിക്കേണ്ട ആളാണ്. എന്നാൽ മാത്രമേ സക്സസ്ഫുൾ ആവുള്ളൂ. കാരണം ഒരു ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ ഒരു കാർ ഷോറൂം തുടങ്ങുകയാണ്. എനിക്ക് കാറുകളെ പറ്റിയിട്ട്, കാറുകൾ ഓടിക്കാൻ അറിയാം, എഞ്ചിനെ കുറിച്ച് കുറച്ചറിയാം, കാര്യങ്ങൾ അറിയാം. അല്ലാണ്ട് കാർ കച്ചവടത്തിനെ കുറിച്ച് എനിക്ക് ഒരു കാര്യം അറിയില്ല, ഒന്നും അറിയില്ല. ഇപ്പോൾ കേരളത്തിൽ എത്ര മാരുതി കാർ വിൽക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന കാർ ഏതാ എനിക്കറിയില്ല.
കേരളമല്ല, ഇപ്പോൾ കൊച്ചിയുടെ കാര്യം എടുത്താലും എനിക്കറിയില്ല. ഇന്ത്യയുടെ കാര്യം അറിയുന്നുണ്ടോ, ഇടയ്ക്ക് പത്രത്തിൽ വാർത്ത വരുന്നത് വായിച്ചിട്ടുള്ള ആ ഒരു ചെറിയ അറിവുണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് 5 കോടി രൂപയാണ് ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടത്. ഈ 5 കോടി രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ പാർട്ട്നേഴ്സായിട്ട് ബിസിനസ് തുടങ്ങുകയാണ്. നിങ്ങളെ മൂലധനം എന്ന് പറയുന്നത് നിങ്ങളുടെ അധ്വാനവും അറിവും. നിങ്ങൾക്ക് ഈ ബിസിനസ് നന്നായിട്ട് അറിയുന്ന ആളാണെന്ന് വിചാരിക്കുക. ആണ്. നിങ്ങളിത് ചെയ്യുമ്പോൾ ഞാനിടയിൽ ഇത് കയറി വന്നിട്ട് ഇതിനെ പറ്റിയിട്ട് 4 അഭിപ്രായങ്ങൾ പറയാം. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരു തവണ ഒരു റെസ്റ്റോറൻറ്റ് ദുബായിൽ, അവിടെ ഒരു മനുഷ്യൻ ഇതുപോലെ ഒരു 10% പാർട്ട്ണർഷിപ്പ് എടുക്കുന്നു. എന്നിട്ട് ആ റെസ്റ്റോറൻറ്റ് ഓൺ ചെയ്യുന്നത് വലിയൊരു ഗ്രൂപ്പാണ്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ ഫസ്റ്റ് ഡേ ഒരു ഡിഷ് മൂപ്പര് കഴിച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് പോവാണ്. ഈ 10% ഇൻവെസ്റ്റ് ചെയ്ത മനുഷ്യൻ അടുക്കളയിൽ പോയിട്ട് അഭിപ്രായം പറയുമ്പോൾ ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് നടത്തിപ്പിന് ഉത്തരവാദിത്തപ്പെട്ട ആൾ അയാളോട് ഒന്ന് പുറത്തേക്ക് വന്ന് നേരെ പുറത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാസാവസാനം കണക്ക് കിട്ടും. ലാഭം ഉണ്ടെങ്കിൽ അത് വീട്ടിലേക്ക്, അത് ഏത് അക്കൗണ്ടിലേക്കാണെന്ന് വെച്ചാൽ അയച്ചു തരും. നഷ്ടമാണെങ്കിൽ ഇവിടെ അക്കൗണ്ടിന് ആ പൈസ കൊടുക്കുക. ഇതല്ലാതെ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ബില്ലും കൊടുത്ത് പോവാന്നല്ലാതെ ഒരക്ഷരം മിണ്ടരുത്. പ്രത്യേകിച്ച് എൻ്റെ സ്റ്റാഫിനോട് മിണ്ടരുത്. അതായിരിക്കണം പാർട്ട്ണർഷിപ്പ്. അതായത് ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഒരു പാർട്ട്ണറെയാണ് നമുക്ക് വേണ്ടതെങ്കിൽ അദ്ദേഹം ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് മാസാവസാനം, അതായത് 1-ാം തീയതി 31-നോ 30-നോ ക്ലോസ് ചെയ്താൽ 1-ാം തീയതിക്കും 5-ാം തീയതിക്കും ഇടയിൽ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നു, കൊടുക്കുന്നു. 5-ാം തീയതിയോ മറ്റോ പ്രോഫിറ്റ് എത്രയാണോ അത് അയച്ചു കൊടുക്കുന്നു. തീർന്നു. അതാണ് പാർട്ട്ണർഷിപ്പ്. അങ്ങനെയാണ് വേണ്ടത്. അതിനപ്പുറത്തേക്ക് മൂപ്പരിക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും ചിലപ്പോൾ ഈ ബിസിനസ്സിനെ കുറിച്ച്. അത് പറയേണ്ടത് റെസ്റ്റോറൻറ്റ് നടത്തിപ്പിന് ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളോടാണ്. ഏതൊരു ബിസിനസ്സും നടത്താൻ ഒരാളെ ഉണ്ടാവാൻ പാടുള്ളൂ, ഒരാൾ. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബിസിനസ്സിന് സ്പ്ലിറ്റ് ചെയ്യണം. പക്ഷേ 4 പാർട്ട്ണർമാരാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു റെസ്റ്റോറൻ്റാണ് നടത്തുന്നത്. 4 പാർട്ട്ണർമാർക്ക് 4 സ്കിൽസ് ഉണ്ട്. സ്കില്ലില്ലാത്ത ഒരാളെ റെസ്റ്റോറൻറ്റ് നടത്തിപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഒരു സ്കില്ലില്ലാത്ത ഒരാൾ പാർട്ട്ണർ ആവാനേ പാടില്ല. അയാൾ പൈസയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പൈസ ഇൻവെസ്റ്റ് ചെയ്യുക, സൈലൻ്റ് ആയിട്ടിരിക്കുക. ദാറ്റ്സ് ഇറ്റ്. 4 പേർക്ക് 4 സ്കില്ലുണ്ട്. ഒരാൾ മാർക്കറ്റിങ്ങിൽ ഗംഭീരനായിട്ടുള്ള ആളാണ്, അയാളെ മാർക്കറ്റിംഗ് സൈഡ് ഏൽപ്പിക്കുക. ഒരാൾ ലോക്കലി അത്യാവശ്യം നല്ല പോപ്പുലറായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അയാൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ റെസ്റ്റോറൻറ്റ് ലൈസൻസിങ് പോലുള്ള കാര്യങ്ങൾ, റെസ്റ്റോറൻറ്റ് ലീഗലായിട്ടുള്ള സംഭവങ്ങൾ, ബിൽഡിംഗ് ഓണറുമായിട്ടുള്ള നെഗോസിയേഷൻസ്, റെൻറ്റ് കൂടാതിരിക്കാൻ ശ്രമം, അല്ലെങ്കിൽ നമ്മുടെ റെഗുലേറ്ററി ആയിട്ടുള്ള ഇപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുണ്ടാവും, അല്ലെങ്കിൽ പോലീസുകാരുണ്ടാവും, അവരൊക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അത് നോക്കാൻ വേണ്ടിയിട്ട് അയാളെ ഏൽപ്പിക്കുക. വേറൊരാൾ ഫുഡിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം വിവരമുള്ള ഒരാളായിരിക്കും. ഈ ലോക്കലായിട്ട് നല്ല നോളജുള്ള ആളെ നമുക്ക് പേർച്ചേസിനൊക്കെ ഏൽപ്പിക്കാം കേട്ടോ. കാരണം അയാൾക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവുമല്ലോ എവിടെ നിന്നാണ് എന്ത് നല്ല വിലയ്ക്ക് നല്ല സാധനങ്ങൾ എവിടെ നിന്നാണ് കിട്ടുക, അതൊക്കെ ഏൽപ്പിക്കാം. അതുപോലെ അത്യാവശ്യം കാറ്ററിങ് ചെയ്യാനുള്ള സമയത്ത് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യം. ഒരു ജനറേറ്റർ പെട്ടെന്ന് വേണ്ടി വന്നാൽ അതൊക്കെ മൂപ്പരിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഈ പ്രൊഡക്ഷൻ്റെ ആളെ പ്രൊഡക്ഷനെ ഏൽപ്പിക്കുക. അതായത് ഈ സ്റ്റോർ മുതൽ പിക്കപ്പ് ടേബിൾ വരെ എല്ലാ സംഭവങ്ങളും. ഇനി വേറൊരാൾക്ക് സ്കില്ലെന്ന് പറയുന്നത് കസ്റ്റമർ സർവീസിലായിരിക്കും. അപ്പോൾ സർവീസിൻ്റെ ഏരിയ അയാളെ ഏൽപ്പിക്കുക. ഇങ്ങനെ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരാൾ വേറൊരാളുടെ കാര്യത്തിൽ ഇടപെടില്ല. ഇനി അഥവാ ഈ പ്രൊഡക്ഷൻ്റെ ആൾക്ക് സർവീസിലുള്ള ആൾ ചെയ്യുന്ന കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊരു അടച്ചിട്ട മുറിയിൽ പാർട്ട്ണർമാരുടെ ഇടയിലുള്ള സംസാരമായിരിക്കണം. ആ മുറിയിൽ അത് തീരുകയും വേണം. അങ്ങനെയാണ് പാർട്ട്ണർഷിപ്പ് വർക്ക് ചെയ്യുക ഏത് ബിസിനസ്സിലായാലും. അല്ലാതെ ഈ പറയുന്ന പോലെ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ ഞാനൊരു സംഭവമാണെന്ന് കാണിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് എൻ്റെ തലയിൽ കൂടിയാണ് ഓടുന്നതെന്ന് കാണിക്കാൻ നോക്കുക, അതൊക്കെ വേറൊരാൾ അറിയുക. അത് പിന്നെ ആവശ്യമില്ലാത്ത ഫ്രിക്ഷൻസ് ഉണ്ടാക്കും. മാത്രമല്ല സക്സസ് വരുന്ന സമയത്ത് അത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. പണ്ട് വലിയൊരു സൂപ്പർ സ്റ്റാർ, സൗത്ത് ഇന്ത്യയിലെ വലിയൊരു സൂപ്പർ സ്റ്റാർ, അദ്ദേഹത്തിനെ പറ്റി ഒരു വലിയൊരു സംവിധായകൻ എന്നോട് നേരിട്ട് പറഞ്ഞ കഥയാണ്. അദ്ദേഹത്തിൻ്റെ 1ാമത്തെ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം കയ്യിൽ കാശ് അങ്ങനെ ഇല്ല, തീരെ ഇല്ല. അപ്പോൾ നടന്നു പോകണം തിയേറ്ററിലേക്ക്, ഭക്ഷണം കഴിക്കാനും പൈസ ഇല്ല. അപ്പോൾ ഈ അഭിനയിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഒരു അവസരം കിട്ടിയതാണ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ. അത് അഭിനയിച്ചു. അത് റിലീസ് ചെയ്യുന്ന ദിവസം നടന്നു പോവുകയാണ് തിയേറ്ററിലേക്ക്. അപ്പോൾ തിയേറ്ററിൽ എത്തിയപ്പോൾ ഫസ്റ്റ് ഇത് കഴിഞ്ഞ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ മനുഷ്യനാണ് കാണുന്നത്. അപ്പോൾ അവർ തിരിച്ചറിഞ്ഞു, ഇയാളാണ് ഈ സിനിമയിൽ ഇന്ന് വേഷം അഭിനയിച്ച ആൾ. സിനിമ ഗംഭീരമായിട്ടുണ്ടായിരുന്നു, വലിയൊരു ഡയറക്ടറാണ് ചെയ്തത്. ഉടനെ ആൾക്കൂട്ടം ഇയാളെ പൊക്കിയെടുത്തിട്ട് ഒരു ഘോഷയാത്ര നടത്തുകയാണ്, ഒരു വിജയ ഘോഷയാത്ര. ആ മനുഷ്യനെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. അതായത് ഒന്നുമില്ലായ്മയെന്ന് ഒരു ആശയുടെ ഒരു ചെറിയ തിരുനാളം മാത്രമേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അത്രയും വലിയൊരു സക്സസ് വന്നപ്പോൾ അദ്ദേഹത്തിനെ പൊക്കിയെടുത്ത് 100 കണക്കിന് ആൾക്കാർ നഗരത്തിന് ചുറ്റും ഒരു ഘോഷയാത്ര നടത്തിയപ്പോൾ അദ്ദേഹത്തിന് മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു.
കാരണം അത് മനസ്സിൻ്റെ സമനില തെറ്റിച്ചു. അപ്പോൾ സക്സസ് ഭയങ്കര കുഴപ്പം പിടിച്ച സാധനമാണ്. ഫെയിലിയറിനേക്കാളും കുഴപ്പമാണ് സക്സസ്. ഫെയിലിയറിൽ നമുക്ക് വേദനയുണ്ടാവും, ദേഷ്യം ഉണ്ടാവും, കുറ്റപ്പെടുത്താനുള്ള മെൻറ്റാലിറ്റി ഉണ്ട്, അതൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ സക്സസ് എന്ന് പറയുന്നത് ലഹരിയാണ്. ലഹരീനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് അറിയാലോ. ലഹരി മൂർച്ഛിച്ച് ഇന്നത് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ നമ്മൾ പത്രത്തിൽ പലതും വായിക്കുകയല്ലേ. ദാറ്റ്സ് എ ബിഗ് പ്രോബ്ലം. അതുകൊണ്ട് പാർട്ട്നേഴ്സിന് സക്സസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, പാർട്ട്നേഴ്സിന് ബിസിനസ്സിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുക, മിണ്ടാതിരിക്കുക. ഞാനിപ്പോൾ റിലയൻസിൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോ, എനിക്കെന്താ മുകേഷ് അംബാനിനെ വിളിച്ച് ഡെയിലി സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്? മുകേഷ്, നീ മറ്റേ റിഫൈനറിയുടെ ഇതുണ്ടല്ലോ, അത് ശരിയായില്ല കേട്ടോ, അത് അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. എനിക്ക് ആകെ എന്താ ചെയ്യാൻ പറ്റും? ഡയറക്ടർ ബോർഡിന് ഒരു കത്ത് എഴുതാൻ പറ്റുമായിരിക്കും. അത് തന്നെ ഡയറക്ടർ ബോർഡ് പൊട്ടിച്ച് വായിച്ചാലായി, ഇല്ലെങ്കിലില്ല. അല്ലെങ്കിൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റും? ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിന് പോകാൻ പറ്റുമായിരിക്കും. അവിടെ അവർ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുമായിരിക്കും. അതിനപ്പുറത്തേക്ക് എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക? ടാറ്റ മോട്ടോഴ്സിൽ ഷെയർ ഉണ്ടെന്ന് വെച്ചിട്ട് ആ ടാറ്റയുടെ പുതിയ വണ്ടിയിൽ ഒരു ടോർക്വിസ് കളർ ഒരു വേർഷൻ ആഡ് ചെയ്താലോ എന്ന് എനിക്ക് പോയിട്ട് സംസാരിക്കാൻ പറ്റുമോ? പറ്റൂല. അല്ലേ? സെയിം. ഇൻവെസ്റ്റ് ചെയ്താൽ ഫൈനാൻഷ്യൽ റിസൾട്ട്സ് കിട്ടും, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് വീട്ടിൽ കിട്ടും. ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു പ്രോമിനൻസും ഇല്ല. പൈസ കയ്യിലുള്ള ആളാണ് ബിസിനസ്സിലേക്ക് ഏറ്റവും കുറവ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾ. പൈസ കയ്യിലുള്ള ചിലർക്കൊരു ധാരണയുണ്ട്, അവരുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഒരു ബിസിനസ് ആ നിലയിലേക്ക് എത്തിയതെന്ന്. സത്യമാണ്. പക്ഷേ ആ പൈസ എന്നുള്ളത് ഒരു 10-15% കോൺട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ. ബാക്കി 85% കോൺട്രിബ്യൂഷനും പ്ലാനിങ്, ബുദ്ധി, മാർക്കറ്റ് എന്നുള്ള ഇൻ്റലിജൻസ്, അധ്വാനം, പേഴ്സിസ്റ്റൻസ്, ടീം വർക്ക്, അങ്ങനെ കുറേ സംഭവങ്ങളാണ്. പണിയെടുക്കുന്നവരാണ് അതൊക്കെ ചെയ്യുന്നത്. പൈസ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 10 കോടി രൂപയുണ്ട്, അത് ബാങ്കിലിട്ടാൽ അവിടെ ഉണ്ടാവും. ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന് റിട്ടേൺസ് കിട്ടും. അത്രയേ ഉള്ളൂ. പൈസ ഇസ് ജസ്റ്റ് അനദർ ടൂൾ. നമുക്ക് ലോകം മുഴുവൻ, മലയാളികൾക്ക് മാത്രമല്ല ലോകം മുഴുവനുള്ളൊരു തെറ്റിദ്ധാരണയാണ് പൈസയുള്ളവൻ ഒരു സംഭവമാണെന്നുള്ളത്. മറ്റേ മേഘം സിനിമയിൽ തിയേറ്ററിൽ നിന്നിട്ട് ശ്രീനിവാസൻ പറയണ്ടല്ലോ, പൈസയുള്ളവനെ ബഹുമാനിക്കാൻ പഠിക്കണമെന്ന്. നോ, ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് അറിവുള്ളവൻ്റെയും അധ്വാനിക്കുന്നവൻ്റെയും കഴിവുള്ളവൻ്റെയും പഠിക്കാൻ തയ്യാറാവുന്നവൻ്റെയും ലോകമാണ്, പൈസയുള്ളവൻ്റെ ലോകമല്ല. നമ്മുടെ നാട്ടിൽ പറയുന്ന കേട്ടിട്ടില്ലേ, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുടുംബത്തിൽ ജനിക്കുക, ഒരുപാട് പൈസ ഉണ്ടാവുക, ഇതാണ് ഉയരങ്ങളുടെ ഒരു സംഭവം. ഇന്ന് നാട്ടിലെന്താ പറയാന്നറിയോ, വലിയ കുടുംബത്തിലൊക്കെ ജനിച്ചതാണ്, എൻ്റെ അച്ഛനും ആൾക്കാർക്ക് ഭയങ്കര സംഭവമായിരുന്നു, പക്ഷേ ഇതൊന്നിനും കൊള്ളാണ്ടായിപ്പോയി എന്ന് പറയും ആൾക്കാർ. കഴിവും വിവരവും പഠിക്കാനുള്ള താല്പര്യവും ആ ഒരു റൈറ്റ് ആറ്റിറ്റ്യൂഡും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടായാലും പൈസ ഉണ്ടായിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല കേട്ടോ, അവനെ കൊണ്ട് 10 പൈസയുടെ വിവരമില്ല എന്ന് പറയും നാട്ടുകാർ. പക്ഷെ അതേ സമയത്ത് ചില പൈസ ഉണ്ടാവില്ല, അങ്ങനെ വലിയ പേര് കേട്ട പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ചതായിരിക്കില്ല, എന്നാലും നാട്ടുകാർ പറയും അവൻ ആൾ ഉഷാറാട്ടോ, അവന് വകതിരിവുണ്ട്, അവൻ ഒരുപാട് ഉയരങ്ങളിലെത്തും എന്ന് പറയും. സോ പൈസ ഇസ് ജസ്റ്റ് അനദർ ടൂൾ, ലൈക്ക് എ സ്റ്റെയിൻലെസ് സ്റ്റീൽ ടേബിൾ, അല്ലെങ്കിൽ ഒരു നൈഫ്, അല്ലെങ്കിൽ ഒരു വെള്ളരിക്ക, അതുപോലത്തെ ഒരു സാധനമാണ് പൈസ. ദാറ്റ്സ് ഇറ്റ്. ആരുടെ കയ്യിലെ പൈസ ഇല്ലാത്ത ബിസിനസ്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ? ഇൻവെസ്റ്റേഴ്സിൻ്റെ ഓപ്ഷൻ എപ്പോഴും മൾട്ടിപ്പിളാണ്, ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ ബിസിനസ്സിനെ സക്സസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ അത് കിട്ടാൻ ഭയങ്കര പാടാണ്. ഇറ്റ്സ് നോട്ട് ഈസി ടു ഫൈൻഡ്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ 100 പേരെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ 2 കോടി രൂപ വേണ്ടെന്ന് വെച്ചോ, 2 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 100 പേരെ നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റിയെന്ന് വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഏതെങ്കിലും വഴിക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ആ ബിസിനസ്സിനെ കൊണ്ട് നടന്ന് കഷ്ടപ്പെട്ട് സക്സസ്ഫുൾ ആക്കാൻ പറ്റുന്ന ആ രീതിയിലുള്ളൊരു വർക്കിംഗ് പാർട്ട്ണറെ കിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് അത്രയും വാല്യൂ ഉണ്ടാവുന്നത്. അവരൊരിക്കലും ആരും കളയില്ല. അങ്ങനെ എത്രയോ പേര് എനിക്കറിയാം. സോ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിൽ, അതായത് ബ്ലഡ് റിലേഷൻ ആവാം, അല്ലെങ്കിൽ ഫാമിലി വൈസ് റിലേഷൻ ആവാം, അല്ലെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നതാവാം, ഒരുമിച്ച് കളിക്കുന്നതാവാം, എന്താവാം, അതിൻ്റെ പേരിൽ എന്താ പിന്നെ തുടങ്ങിക്കളയാം എന്ന് ചെയ്യാനുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾ ഇൻവെസ്റ്റ് ചെയ്യുക, മിണ്ടാതിരിക്കുക. അയാൾക്ക് ബിസിനസ്സിന് നോ സേ. ബിസിനസ്സിൽ വർത്തമാനം പറയാൻ പറ്റുന്നത് ബിസിനസ്സിലെ സ്കില്ലുള്ളവർക്ക് മാത്രം. അത് തന്നെ അവരുടെ സ്കിൽ സെറ്റ് എവിടെയാണോ ആ കാര്യത്തിൽ മാത്രം. പ്രൊഡക്ഷനിലാണ് സ്കില്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ഷനിൽ അവർക്ക് എന്ത് സംസാരിക്കാം. പക്ഷെ അതെങ്ങനെ സെർവ് ചെയ്യണം തീരുമാനിക്കേണ്ടത് അതിൽ സ്കില്ലുള്ള ആളാണ്. ഇനി അതിൽ സ്കില്ലുള്ള ആളെ നമുക്ക് കിട്ടിയില്ലേ, പാർട്ണറായിട്ട് കിട്ടിയില്ലേ, വേണ്ട, അതിന് സ്കില്ലുള്ള ഒരു മാനേജറെ വെക്കുക. സിമ്പിൾ. മാർക്കറ്റിങ്ങിൽ നമുക്ക് സ്കില്ലില്ലേ, വേണ്ട, ഒരു മാർക്കറ്റിംഗ് ഏജൻസി ഏൽപ്പിക്കുക. സിമ്പിൾ. അപ്പോൾ ആർക്കാണോ ഏത് ഏരിയയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളത് അവരെ ഏൽപ്പിക്കുക. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്
ഉള്ള ബന്ധം തകർക്കാനുള്ളതല്ല. നമ്മൾ തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങി അത് കംപ്ലീറ്റ് കുളമാക്കി ഉള്ള ബന്ധം കളയണം വേണോ? വേണ്ടല്ലോ. താങ്ക് യു.